നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തുളസി. ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾ കത്തുന്നത് സംഭവമായി മാറിയിട്ടുണ്ട്. ഇന്ന് കുണ്ട്രയിലും MGD സ്കൂളിന് പുറവശത്തൊരു കാറ് പൂർണ്ണമായി കത്തി നശിച്ചു. അതിന് ഉള്ളിലുള്ളവർ പെട്ടെന്ന് പുറത്തിറങ്ങിയതിനാൽ അവർ രക്ഷപ്പെട്ടു. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6850 രൂപ, പവന് 54,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ട്ര. സെപ്റ്റംബർ 18 ലോക മുളദിനം, വേൾഡ് ബാംബു ഡേ. ക്രിസ്റ്റഫർ കൊളംബസ് തൻ്റെ അവസാനത്തെ സമുദ്രയാത്രയിൽ കോസ്റ്ററിക്കയിൽ ചെന്നിറങ്ങി. 1502 ഇത്. ഗ്രാഫ് തിയറി എന്ന ഗണിതശാസ്ത്ര ശാഖയ്ക്ക് തുടക്കമിട്ട ലിയോണാർഡ് ഓയിലർ അന്തരിച്ചു. 1783 ഈ വിയോഗം. പഴശ്ശിരാജയുടെ മിന്നലാക്രമണത്തെ നേരിടുന്നതിൽ താൻ നിസ്സഹായനാണെന്ന് ആദർ വെല്ലസ്ലി സന്ദേശമയച്ചു. 1800 ഈ സന്ദേശമയച്ചത്. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഭൂജാതനായി. ധ്രുവവനത്തിലെ അസാമാന്യ വൈഭവത്താൽ സരസദ്രുത കവി കിരീടമണി ലഭിച്ചിട്ടുണ്ട്. യുക്തിചിന്തയുടെ പ്രയോക്താവായിരുന്ന A.T. കോവൂർ കൊളംബോയിൽ അന്തരിച്ചു. 1978 ഈ വിയോഗം. അനുഷ അൻസാരി ബഹിരാകാശത്തേക്ക് യാത്രയായി. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരിണിയാണ് അവർ. 2006 ഇത്. എല്ലാ വർഷവും സെപ്റ്റംബർ 18 ലോക മുള ദിനം അതിവേഗം വളരുന്ന ഈ ചെടിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നു. ആഗോളതലത്തിൽ മുളയുടെ പ്രാധാന്യവും ഈ ദിനം തിരിച്ചറിയുന്നുണ്ട്. കട്ടിയുള്ളതും പൊള്ളയുമായ ഒരുതരം ഭീമൻ പുല്ലാണ് മുള. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കരസസ്യം കൂടിയാണിത്. ചില ഇനം മുളകൾ 36 മണിക്കൂറിനുള്ളിൽ 24 ഇഞ്ച് വളരുന്നു. അതായത് ഓരോ 40 മിനിറ്റിലും ഇത് 1 ഇഞ്ച് വളരുന്നു. വേഗത്തിൽ വളരുന്ന ഒരേയൊരു കാര്യം ഭീമൻ കടൽക്കെൽപ്പാണ്. കാമിൽ സലാം ലോക മുളദിനം സ്ഥാപിച്ചു. 2007 മുതൽ 2010 വരെ വേൾഡ് ബാംബു ഓർഗനൈസേഷന്റെ പ്രസിഡന്റായിരുന്നു സലാം. 2009 ബാങ്കോക്കിൽ 8ാമത് ലോക ബാംബു കോൺഗ്രസ് സംഘടിപ്പിച്ചു. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സെപ്റ്റംബർ 18 ലോക മുളദിനമായി പ്രഖ്യാപിച്ചു. റോയൽ തായ് ഫോറസ്ട്രി ഡേയുമായി പൊരുത്തപ്പെടുന്നതിനാലാണ് അവർ ഈ തീയതി തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 20 വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറും സമ്മാനം. കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ. ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം. എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു. ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി 100 പവൻ സ്വർണം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. ഓടിക്കൊണ്ടിരുന്ന കാർ തീപിടിച്ച് നശിച്ചു. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കാറിലുണ്ടായിരുന്ന 4 യാത്രക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് വൈകിട്ട് 4:30 കുണ്ടറ MGD ഗേൾസ് ഹൈസ്കൂളിന് സമീപത്തായിരുന്നു അപകടം. ആറന്മുളക്കട പുലിപ്പുറ വഴി പള്ളിമുക്കിലേക്ക് വരികയായിരുന്ന കാറിനാണ് തീപിടിച്ചത്. എഞ്ചിൻ ഭാഗത്ത് നിന്ന് പുക ഉയരുന്ന കണ്ട യാത്രക്കാർ ഉടൻ പുറത്തിറങ്ങിയതാൽ അപകടം ഒഴിവായി. കുണ്ടറയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ കെടുത്തിയത്.
സ്വർണം എടുത്തില്ലേ? വിഷമിക്കേണ്ട, നമ്മുടെ ചിന്നൂസ് ഓണം സെപ്റ്റംബർ 20 വരെ ഉണ്ടല്ലോ. ചിന്നൂസ് തിരക്കേറുകയാണ്. മലയാളക്കര ഒന്നടങ്കം പറയുന്നു, ഇത്തവണ ഓണം ചിന്നൂസിനൊപ്പം എന്ത്? 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി അല്ലെങ്കിൽ ചുരിദാർ സമ്മാനം. ഓഫർ ദിനങ്ങളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ. ഇനി എന്തിനു വൈകണം? വേഗം വിട്ടോ ചിന്നൂസിലേക്ക്. വ്യക്തിത്വ വികസന ക്യാമ്പ് നടത്തി. കിഴക്കേക്കള്ള സജിന്ത റേഡിയോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വ്യക്തിത്വ വികസന ക്യാമ്പ് നടത്തി. ആർട്ടിസ്റ്റ് ബൈജു പുനക്കുന്നൂർ ഉദ്ഘാടനം ചെയ്തു. സജിന്ത പ്രസിഡന്റ് അലിസ്റ്റർ ജോസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ പ്രിൻസ് കല്ലട, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഒരു മാസം ശരിക്കും കുറേയേറെ വ്യക്തികൾ കൊണ്ട് നിറഞ്ഞതാണ് പ്രാദേശികമായിട്ട് ഈ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഇത് വിറ്റ് ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്, അല്ലേ? അല്ലെങ്കിൽ ഇത് കിടന്ന് നശിച്ചു പോകും. അപ്പം അത് ഉപയോഗിക്കാൻ, അതിൻ്റെ വിപണനം നടത്തുന്നതിനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ആഘോഷങ്ങൾ പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള വലിയ സംഭാവന ആഘോഷങ്ങൾ, അല്ലേ? അവർ ചെയ്തിരുന്ന ആഘോഷങ്ങളാണ് ഈ പറയുന്ന ഓണവും ദീപാവലിയും അതുപോലെ പെരുന്നാളും ഒക്കെ പണ്ടുള്ള ആൾക്കാർ ആഘോഷിച്ചതാണ്. അതിനൊക്കെ ഓരോരോ കാരണങ്ങളാണ്, ഓരോരോ കാലത്തിനനുസരിച്ചാണ്. എൻ്റെ വാക്കുകൾ കിട്ടും. എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ വീണ്ടും തെളിയിക്കുകയാണ്. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില. അപകടമരം മുറിച്ചു മാറ്റാതെ PWD. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ജില്ലാ കളക്ടർ അപകടസ്ഥിതിയിലായ മരം മുറിച്ചു മാറ്റുന്നതിന് 1.5 മാസം മുമ്പ് ഇറക്കിയ ഉത്തരവ് കേരള റോഡ്സ് ഫണ്ട് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതുവരെയും കടലാസിന്റെ വില പോലും കൽപ്പിച്ചിട്ടില്ല. മുളബന മൃഗാശുപത്രിക്ക് മുന്നിൽ നിൽക്കുന്ന അപകടസ്ഥിതിയിൽ നിൽക്കുന്ന ഇലവ് മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് CPI കുണ്ടറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. ഗോപാലകൃഷ്ണൻ മുളബന വില്ലേജ് ജനകീയ സമിതിയിൽ വിഷയം ഉന്നയിക്കുകയും ചർച്ചയ്ക്ക് ശേഷം മുളബന വില്ലേജ് ഓഫീസർ കൊല്ലം തഹസിൽദാർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ ശ്രദ്ധയിൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി അവതരിപ്പിക്കുകയും ചെയ്തു. ദുരന്ത നിവാരണ നിയമം ഇലവുമരം മുറിച്ചു മാറ്റുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള റോഡ് ഫണ്ട് ബോർഡിനെ ചുമതലപ്പെടുത്തിയാണ്. എന്നാൽ ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ടും ഇലവുമരം അവിടെ തന്നെ നിൽക്കുകയാണ്. അപകടസ്ഥിതിയിലായ മരത്തോട് ചേർന്നാണ് മൃഗാശുപത്രി, 100ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ട്യൂഷൻ സെന്ററും പ്രവർത്തിക്കുന്നത്. ഏറെ തിരക്കേറിയ പാതയോരത്തിൽ നിൽക്കുന്ന മരം വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. വാസ്തു ശാസ്ത്രമോ കപടശാസ്ത്രമോ? പ്രൊഫസർ ബാപ്പുട്ടി മാഷ് എഴുതിയ ലേഖനം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്ക സയൻസിനോട് കടപ്പാട്. ആധുനിക ശാസ്ത്രത്തിന് സമൂഹത്തിൽ കൈവന്ന സ്വീകാര്യത മൂലം ഏത് പ്രാചീന വിശ്വാസത്തിനും ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം അതിന്റെ പ്രയോക്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ അവർക്കൊന്നും തന്നെ ശാസ്ത്രജ്ഞ രീതി സ്വീകാര്യമല്ല. ശാസ്ത്രീയതയുടെ ഒരു മുഖംമൂടിയെ അവർക്കു വേണ്ടു. പ്രാചീനർ ശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചത് ശാസിക്കപ്പെട്ടത് അഥവാ അത് വിഷയങ്ങളിലെ വിദഗ്ധന്മാർ കൽപ്പിച്ചത് എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അങ്ങനെയാണ് പക്ഷിശാസ്ത്രം, ഗൗളിശാസ്ത്രം, വ്യാകരണശാസ്ത്രം, കാമശാസ്ത്രം എന്നിവയെല്ലാം ശാസ്ത്രമായത്. സയൻസ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായാണല്ലോ ഇന്ന് നാം ആ പദം ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കുന്ന കുഴപ്പം ചില്ലറയല്ല. കപടശാസ്ത്രങ്ങൾ പലതും ശാസ്ത്രത്തിന്റെ വേഷം കെട്ടി രംഗത്തെത്തുന്നു. വാസ്തുശാസ്ത്രം ഇത്തരമൊന്നാണ്.
വാസ്തുവിനോടുള്ള ആഭിമുഖ്യത്തിന് ഒരു കാരണം നമ്മുടെ നാടിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ആളുകളുടെ അഭിരുചിയും പരിഗണിക്കാതെ പടിഞ്ഞാറൻ കെട്ടിട നിർമ്മാണ രീതിപ്പടികൾ ഇവിടെ അപ്പടി പറിച്ചു നട്ടതിലുള്ള മടുപ്പാണ്. നമ്മുടെ വാസ്തുശില്പ സമ്പ്രദായത്തിന്റെ നല്ല അംശങ്ങൾ നഷ്ടപ്പെടാതെ ആധുനിക കെട്ടിട നിർമ്മാണ രീതിയിൽ അവ ഒഴിച്ചേർക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ വാസ്തുവിദ്യയും വാസ്തുശാസ്ത്രവും ഒന്നാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാതെ നോക്കണം. എല്ലാ രാജ്യക്കാർക്കും അവരവരുടെ വാസ്തുവിദ്യകളുണ്ട്. രാജ്യത്തെ കാലാവസ്ഥ, ഭൂപ്രകൃതി, പ്രാദേശികമായി ലഭ്യമാകേണ്ട നിർമ്മാണ ഘടകങ്ങൾ, ജനതയുടെ അഭിരുചി, സാങ്കേതികവിദ്യയുടെ വളർച്ച, സാമൂഹ്യക്രമം ഇവയെല്ലാം വാസ്തുവിദ്യയിൽ പ്രതിഫലിക്കും. ഏറെ മഴ പെയ്യുന്ന കേരളത്തിലും ഹിമം പെയ്യുന്ന ഇംഗ്ലണ്ടിലും മഴയില്ലാത്ത സഹാറയിലും ഒരേ വാസ്തുവിദ്യ പറ്റില്ലല്ലോ. ഇടയ്ക്കിടെ കൊടുങ്കാറ്റുണ്ടാവുന്ന സ്ഥലത്തും ഭൂകമ്പമുണ്ടാവുന്ന സ്ഥലത്തും നിർമ്മാണ രീതി വ്യത്യസ്തമായിരിക്കും. അതുപോലെ ചെറു കുടുംബങ്ങളായി കഴിയുന്നവരുടെ നിർമ്മാണ രീതി ആവില്ല കൂട്ടുകുടുംബമായി കഴിയുന്ന സമൂഹത്തിലേത്. കളിമണ്ണ് മാത്രം കിട്ടിയിരുന്ന ബാബിലോണിയയിലും ധാരാളം മരം ലഭ്യമായിരുന്ന ഇന്ത്യയിലും ആഫ്രിക്കയിലും ബ്രസീലിലും വികസിച്ചു വന്ന വാസ്തുവിദ്യയും വ്യത്യസ്തമാകാതെ തരമില്ല. ലോകത്തിന് മുഴുവനും പറ്റിയ എന്തിന് ഇന്ത്യയിൽ പോലും എല്ലായിടത്തും പ്രായോഗികമായ ഒരു വാസ്തുവിദ്യയും സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. വാസ്തുവിന്റെ തുടക്കം കശ്യപ മുനി രചിച്ച കശ്യപ ശില്പം ആണത്രേ ആദ്യത്തെ വാസ്തുശാസ്ത്ര ഗ്രന്ഥം. വേദങ്ങളിലും ഭൃഗുസംഹിതയിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മത്സ്യപുരാണത്തിലും അഗ്നിപുരാണത്തിലും സ്കന്ദപുരാണത്തിലുമെല്ലാം വാസ്തുശാസ്ത്ര പ്രമാണങ്ങൾ വിവരിക്കുന്നുണ്ട്. മത്സ്യപുരാണം അനുസരിച്ച് വാസ്തുശാസ്ത്രം വികസിപ്പിച്ചെടുത്തത് 18 മഹർഷിമാരാണ്. ഭൃഗു, അത്രി, വിശ്വകർമാവ്, മയൻ, പുരന്ദരൻ, ബൃഹസ്പതി തുടങ്ങിയവർ അതിൽ പ്രമുഖരാണ്. ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത വാസ്തുരീതികളാണ് മുമ്പേ നിലനിന്നിരുന്നത്. വടക്ക് കശ്യപ ശില്പവും വിന്ധ്യന് തെക്ക് മായാമതവും കുറെ കൂടി തെക്ക് ഭൃഗു സംഹിതയുമായിരുന്നു പ്രചാരത്തിലിരുന്നത്. പ്രാചീന വാസ്തുശില്പികളിൽ കേമനായിരുന്നു മയൻ. ദേവന്മാർക്കും അസുരന്മാർക്കും ശില്പവേല ചെയ്തു കൊടുത്തിരുന്ന ഒരു ദാനവ രാജാവായിരുന്നു അയാൾ. വിശ്വകർമാവിന്റെ അവതാരമായിരുന്നത്രേ മയൻ. അയാളുടെ മകളായിരുന്നു രാവണ ഭാര്യയായ മണ്ഡോദരി. ഇന്ദ്രപ്രസ്ഥവും ഖണ്ഡനവനവും ത്രിപുരയും നിർമ്മിച്ചത് മയനായിരുന്നു. മയന്റെ വാസ്തുവിദ്യാ രീതിയാണ് മയാമതം. പിൽക്കാല കൃതികളിൽ സമരാങ്കണ സൂത്രധാരയും ശില്പദീപകവും ശില്പരത്നവും എല്ലാം പ്രചാരം നേടി. വീട്, കൊട്ടാരം, ദേവാലയം ഇവയുടെ നിർമ്മാണം, ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും സംവിധാനം, മാളികകൾ, മണ്ഡപങ്ങൾ, പടവുകൾ ഇവയുടെ നിർമ്മിതി ഇവയെല്ലാം ഈ കൃതികളിൽ ചർച്ച ചെയ്യുന്നു. ഈ കൃതികളിലെല്ലാം ധാരാളം അന്ധവിശ്വാസങ്ങൾ കാണാം. എങ്കിലും വാസ്തുവിദ്യയുടെ വൈവിധ്യം അവയിലുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ വാസ്തുവിദ്യയിലെ ഈ വൈവിധ്യങ്ങളെ അവഗണിച്ച് ഇന്ത്യക്കാകെ ഒറ്റ വാസ്തുശാസ്ത്രം, ഭാരതീയ വാസ്തുശാസ്ത്രം ചിലർ പ്രഖ്യാപിക്കുന്നു. വടക്ക് കിഴക്കും പാദങ്ങൾ ചേർത്ത് തെക്കു പടിഞ്ഞാറും ആവും വിധമാണ് വാസ്തുപുരുഷന്റെ ശയനം. വാസ്തുപുരുഷ മണ്ഡലം വാസ് എന്നാൽ വാസസ്ഥലം അഥവാ വസതി നിർമ്മിച്ചിരിക്കുന്ന സ്ഥാനമാണ്. വേദങ്ങൾ അനുസരിച്ച് വാസ്തുവിന്റെ ആദിനാഥൻ വാസ്തോഷ്പതിയും പുരാണങ്ങൾ അനുസരിച്ച് വാസ്തുപുരുഷനുമാണ്. ഋഗ്വേദത്തിലെ 7-ാം മണ്ഡലത്തിൽ വാദോൽപതിയെ ശാഖിക്കുന്നതും അനുഗ്രഹം യാചിക്കുന്നതുമായ നിരവധി മന്ത്രങ്ങൾ കാണാം. അല്ലയോ വാസ്തുദോഷ്പതി, നീ ഈ വീടിന്റെ അധിപനാകുന്നു. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. ഞങ്ങളുടെ സമ്പത്തും കന്നുകാലികളും വർദ്ധിക്കാൻ നീ അനുഗ്രഹിക്കണം. ഇങ്ങനെ പോകുന്നു ഈ വേദമന്ത്രങ്ങൾ. വാസ്തോഷ്പതി ഇന്ദ്രഗണത്തിൽപ്പെട്ട ദൈവങ്ങളിൽ ഒരാളാണ്. രുദ്രൻ, വായു, വരുണൻ, മൃത്യു, വിശ്വകർമാവ്, ബൃഹസ്പതി തുടങ്ങിയ മറ്റ് ഇന്ദ്രഗണ ദൈവങ്ങൾക്കും വാസ്തുവിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. മത്സ്യപുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അന്ധകാസുരനെ വധിച്ച സദാശിവന്റെ നെറ്റിയിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് ഭൂമിയിൽ പതിച്ചു. അതിൽ നിന്ന് ഒരു ഭീകരരൂപി പ്രത്യക്ഷപ്പെട്ടു. അത് അന്ധകാര അസുരഗോത്രത്തിന്റെ രക്തം മുഴുവൻ കുടിച്ചു. എന്നിട്ട് തൃശൂലിയെ തപസ്സു ചെയ്തു വരുത്തി വരം വാങ്ങി 3 ലോകവും വിഴുങ്ങുവാനുള്ള ശക്തി നേടി. വരം നേടിയ സത്വം കമഴ്ന്ന ഭൂമിയിൽ വീണു. ഉടൻ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ചേർന്ന് അതിനെ ഭൂമിയിൽ അമർത്തി നിർത്തിക്കൊണ്ട് അതിന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനം പിടിച്ചു. അനങ്ങാൻ കഴിയാതെ അയാൾ ദയയ്ക്ക് യാചിച്ചു. ഒടുവിൽ വീടുകൾക്കും അവ നിൽക്കുന്ന സ്ഥാനത്തിനു മേൽ അയാൾക്ക് അധീശത്വം നൽകപ്പെട്ടു. വീടുപണി തുടങ്ങും മുമ്പും പണി കഴിഞ്ഞും അയാളെയും അയാൾക്കുമേൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മുഴുവൻ ദൈവങ്ങളെയും അസുരന്മാരെയും പ്രീതിപ്പെടുത്തുവാനുള്ള കർമ്മങ്ങൾ നടത്തിയിരിക്കണമെന്നും അനുശാസിക്കപ്പെട്ടു. അല്ലാത്ത പക്ഷം വീട്ടുടമയുടെ സകല സൗഭാഗ്യങ്ങളും അയാൾ ഇല്ലാതാക്കും. അന്നു മുതൽ ആ ഭൂതത്തെ ആളുകൾ വാസ്തുപുരുഷൻ അഥവാ വാസ്തുദേവൻ എന്ന് വിളിച്ചു തുടങ്ങി. ഇത്രമേൽ അവിശ്വസനീയമായ ഒരു കഥയ്ക്ക് മുകളിലാണ് വാസ്തുശാസ്ത്രത്തിന്റെ നിലനിൽപ്പ്.
വടക്കു കിഴക്കൻ ദിശയിൽ തലവെച്ച് കവിണ്ണാണത്രേ വാസ്തുപുരുഷന്റെ കിടപ്പ്. കൈകാലുകൾ മടക്കി ഇടത് കൈമുട്ടും കാൽമുട്ടും വടക്കു പടിഞ്ഞാറ് ദിശയിലും വലത് കൈമുട്ടും കാൽമുട്ടും തെക്ക് കിഴക്ക് ദിശയിലും കാൽപാദങ്ങൾ അന്യോന്യം ചേർത്ത് തെക്കു പടിഞ്ഞാറ് ദിശയിലും വരത്തക്ക വിധം വെച്ചിരിക്കുന്നു. ദേവന്മാരും അസുരന്മാരും കൂടി 45 പേർ അയാൾക്കുമേൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. കേന്ദ്രഭാഗത്ത് ബ്രഹ്മാവും വടക്ക് കുബേരനും തെക്ക് യമനും കിഴക്ക് സൂര്യനും പടിഞ്ഞാറ് വരുണനും. കൂടുതൽ വായിക്കുവാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഓൺലൈൻ പോർട്ടായ ലൂക്കാസൈൻ സന്ദർശിക്കൂ. ഓണാഘോഷവും വാർഷിക സമ്മേളനവും നടക്കും. കുണ്ടറ ഹോസ്പിറ്റൽ ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും ഓണാഘോഷവും PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P. ഗീവർഗീസ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. മുഖത്തല ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ സുശീല വേണുഗോപാൽ, സെക്രട്ടറി V. തോമസ് പണിക്കർ, രക്ഷാധികാരി K. ഫിലിപ്പ്, Y. ബിജു, വിനു M. പണിക്കർ, പഞ്ചായത്ത് അംഗം ഷീലാകുമാരി, ജോസ് ചെറിയാൻ, ലാലി തമ്പാൻ എന്നിവർ സംസാരിച്ചു. വയോജന ആരോഗ്യ ക്യാമ്പ്. കുണ്ടറ പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ആരോഗ്യ ക്യാമ്പ് നടക്കും. നാളെ രാവിലെ 10-ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്യും. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 9 ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. നമ്മുടെ 6 മുതൽ തുടക്കം വരെയുള്ള സിനിമകൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾ ആ സിനിമകളെല്ലാം ഒന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങളുടെ 10ാമത്തെ സിനിമ സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം, ഈ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആശുപത്രിയിലുള്ള വേണസ് കോളേജിൽ വെച്ചാണ് അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ബഹുമാന്യനായ MLA PC വിശ്വനാഥ് നിർവഹിക്കും. നിങ്ങൾ ഓരോരുത്തരും ആ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സിനിമകൾ കാണുകയും വീട്ടിലുള്ള മുഴുവൻ പേരെ അതൊന്ന് കാണാൻ പ്രേരിപ്പിക്കുകയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.